യുദ്ധം ചെയ്യുവാൻ മടിച്ചു നിന്ന അർജുനന് കൃഷ്ണൻ സാരോപദേശം നൽകി. അത് കേട്ട് എല്ലാ ജ്ഞാനവും ലഭിച്ച ധനഞ്ജയൻ താൻ ഉപേക്ഷിച്ച ഗാണ്ഡീവം വീണ്ടും എടുത്തു. അത് കണ്ടപ്പോൾ മഹാരഥന്മാർ വളരെ സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. പാണ്ഡവന്മാരും സോമകന്മാരും അവരുടെയൊക്കെ സഹായികളായ വില്ലാളി വീരന്മാരും തങ്ങളുടെ ശംഖം ഉച്ചത്തിൽ വിളിച്ചു. ഉടനെ ഭേരികൾ, കൊമ്പ് എന്നിവയെല്ലാം എടുത്തവർ ശബ്ദഘോഷങ്ങൾ മുഴക്കി. ആ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങി. ആ സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും പിതൃക്കളും സിദ്ധന്മാരും യുദ്ധം കാണുവാനായി ആകാശത്ത് വന്ന് അണിനിരന്നു. മഹാന്മാരായ ഋഷികളും ദേവേന്ദ്രൻ മുതലായവരും നടക്കാൻ പോകുന്ന മഹായുദ്ധം കാണുവാനായി അവിടെ അണിനിരന്നു. സംഘർഷം അടുത്തിരിക്കുന്ന ഈ സമയത്ത് യുധിഷ്ഠിരൻ രണ്ടു ഭാഗവും അണിനിരന്ന സൈന്യങ്ങളെ ഒന്ന് കണ്ണോടിച്ച് കണ്ടു. ശോഭിച്ച കടൽ പോലെ ഇരമ്പി തിരമാലകൾ പോലെ അണിനിരന്ന് സൂര്യതാപത്തിൽ വെട്ടിത്തിളങ്ങുന്ന ചട്ടകളും കുന്തങ്ങളും വാളുകളും ധനുസുകളും ശരങ്ങളും ശിരോവസ്ത്രങ്ങളും ചേർന്ന് കടൽ പോലെ സൈനികരെല്ലാം കാണപ്പെട്ടു. തമ്മിൽ പോരാടുവാൻ അവർ സന്നദ്ധരായി നിൽക്കുന്നു. ഉടനെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മഹാസംഭവം അവിടെ നടന്നു. വീരനായ യുധിഷ്ഠിര രാജാവ് പെട്ടെന്ന് തന്റെ ചട്ടയൂരി വില്ലു താഴെ വെച്ച് തേരിൽ നിന്ന് ഇറങ്ങി തൊഴുകൈയോടെ കാൽനടയായി നടന്നു. കൗരവ സൈന്യാധിപനാകുന്ന പിതാമഹനെ നോക്കി നേരെ കിഴക്കോട്ട് നടന്നു. ആരോടുമൊന്നും മിണ്ടാതെ ആ ശത്രുസേനയിലേക്ക് രാജാവ് നടന്നു നീങ്ങി. ജ്യേഷ്ഠന്റെ പുറപ്പാട് കണ്ട അർജുനൻ പരിഭ്രമിച്ച് തേര് വിട്ട് ഇറങ്ങി പിന്നാലെ ചെന്നു. അത് കണ്ടുകൊണ്ട് മറ്റുള്ള എല്ലാ സഹോദരന്മാരും അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. എല്ലാത്തിനും പിന്നിലായി വാസുദേവന് പുഞ്ചിരിച്ചുകൊണ്ട് ഇരുന്നു. പാണ്ഡവ സൈന്യത്തിലെ മറ്റു രാജാക്കന്മാരെല്ലാവരും ധർമ്മപുത്രർക്ക് പിന്നാലെ പരിഭ്രമിച്ചുകൊണ്ട് ഓടിച്ചെന്നു. ശേഷം അർജുനൻ ജ്യേഷ്ഠനോട് ആരാഞ്ഞു, രാജാവേ, ഭവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭവാൻ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെയൊക്കെ വിട്ട് ഭവാൻ എന്താണ് കാൽനടയായി ശത്രുസേനയിലേക്ക് ചെല്ലുന്നത്? കിഴക്കോട്ടുള്ള ഈ യാത്രയുടെ അർത്ഥം എന്താകുന്നു? അർജുനൻ പറഞ്ഞതിന് പിന്നിലായി ഭീമൻ പറഞ്ഞു തുടങ്ങി. നിരായുധനായി രാജാവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ചട്ടകിട്ട് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ശത്രുക്കളുടെ നേരെ. സോദരാ, ഞങ്ങളെയൊക്കെ വിട്ട് അങ്ങ് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഭീമൻ പറഞ്ഞതിന് പിന്നാലെയായി നകുലനും പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ഞങ്ങളെയൊക്കെ വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ഈ പോക്ക് കണ്ടിട്ട് ഭയമാണ് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞ് നകുലൻ വളരെ വിഷമിതനായി നിൽക്കുന്നതിന് പിന്നാലെ സഹദേവനും പറഞ്ഞു, ഭയങ്കരമായ സൈന്യങ്ങൾ അണിനിരന്ന് കലികൊണ്ട് നിൽക്കുന്ന ഈ ക്ഷുദ്രമായ സമയത്ത് രാജാവേ, ഞങ്ങളെയൊക്കെ വിട്ട് അങ്ങെന്തിനാണ് ശത്രു സൈന്യത്തിലേക്ക് പോകുന്നത്? പറയൂ. ഇപ്രകാരം സോദരന്മാർ എല്ലാവരും നിറഞ്ഞ ഉത്കണ്ഠയോടെ ചോദിച്ചു. എന്നിട്ടും അതിന് യുധിഷ്ഠിരൻ ഉത്തരം പറഞ്ഞില്ല. മൗനമായി തന്നെ നടന്നു കൗരവ സൈന്യത്തിലേക്ക്. ഈ സമയം പ്രാജ്ഞനായ കൃഷ്ണൻ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തറിയുന്നു? ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ എന്നീ ഗുരുജനങ്ങളെ പൂജിച്ചിട്ടേ ധർമ്മരാജാവ് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുകയുള്ളൂ. അവരെ സമ്മതിപ്പിച്ച് അവരുടെ ആശീർവാദം വാങ്ങിയിട്ടേ അവരോട് യുദ്ധം ചെയ്യുകയുള്ളൂ. പണ്ടേ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുജനങ്ങളെ സമ്മതിപ്പിക്കാതെ അവരുമായി പോരാടുവാൻ ഒരിക്കലും തുനിയരുതെന്ന്. പൂജിക്കപ്പെടുന്ന അവരുടെ ശാപം മറിച്ച് ചെയ്താൽ ഉണ്ടാകുമെന്നാണ് കേട്ടിട്ടുള്ളത്. വേണ്ട പോലെ ആ പൂജ്യന്മാരെ സമ്മതിപ്പിച്ച് പടവെട്ടുകയാണെങ്കിൽ അവന് പോരിൽ തീർച്ചയായും വിജയമുണ്ടാകും. ഇപ്രകാരം വാസുദേവൻ പറയുന്ന സമയത്ത് കൗരവസേനയിൽ നിന്നും പൊങ്ങിയ ആർപ്പുവിളി കൊണ്ട് ആകാശം ഭയങ്കരമായ ശബ്ദത്താൽ മുഴങ്ങി. അപ്പോൾ പാണ്ഡവസേന ശബ്ദമില്ലാതെ സ്തംഭിച്ച് നിന്നുപോയി. ഒച്ചയും അനക്കവുമില്ലാതെ ദൂരെ നിന്ന് ധർമ്മരാജാവിന്റെ വരവ് നോക്കിക്കണ്ട ധാർതരാഷ്ട്രന്മാരുടെ സേനകൾ തമ്മിൽ സംസാരിക്കുവാൻ ആരംഭിച്ചു. ആ ഇരമ്പലായിരുന്നു ആ കേട്ടത്. പലരും തമ്മിൽ പലവിധം പറഞ്ഞു. ഇവൻ നമ്മുടെ മുൻപിൽ കീഴടങ്ങുവാൻ വരികയാണ്. രാജാവ് പേടിച്ച് വിറച്ച് ഭീഷ്മന്റെ അടുത്തേക്ക് വരികയാണ്. നോക്കൂ, ധർമ്മരാജാവ് അനുജന്മാരോടുകൂടി സേനാധിപനാകുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? ലോകത്തിൽ കേൾവി കേട്ട ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനല്ലേ ഇവൻ ഇത്രയും ഭയമുള്ളവൻ ആയിരുന്നു എന്ന്. സത്യം എന്താകുന്നുവെന്ന് തിരിച്ചറിയാൻ വയ്യാതെ കൗരവപക്ഷത്തുള്ളവർ പറഞ്ഞ് ആഹ്ലാദിച്ചു.